കള്ളന്റെ മകൻ ദി റോബിൻ ഹുഡ്. ഗ്രാമത്തിലെ വലിയ പ്രമാണിയായ ധനപാലന്റെ വലിയ ബംഗ്ലാവിനു മുന്നിലൂടെ തലകുനിച്ച് നടന്നുപോകുന്ന 30 വയസ്സുകാരനായ വിനോദ്. ബിരുദാനന്തര ബിരുദത്തിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടും നാട്ടുകാർക്ക് അവൻ ഇപ്പോഴും കള്ളൻ ഭാസ്കരന്റെ മകൻ മാത്രമാണ്. 20 വർഷം മുൻപ് ഒരു രാത്രിയിൽ സ്വർണം മോഷ്ടിക്കാൻ കയറിയ ഭാസ്കരനെ ധനപാലന്റെ ആൾക്കാർ അടിച്ചുകൊന്നു. 10 വയസ്സുകാരനായ വിനോദിന്റെയും അമ്മ ജാനകിയുടെയും മുന്നിലിട്ടായിരുന്നു ആ ക്രൂരത. അന്ന് വിനോദ് മനസ്സിനോട് പറഞ്ഞു, ഇനി ഈ ജന്മത്തിൽ എന്റെ കൈ ഒരു മോഷണത്തിനും നീളില്ല. ബുദ്ധിയിലും കാര്യപ്രാപ്തിയിലും വിനോദ് ഒന്നാമനായിരുന്നു. എങ്കിലും ധനപാലന്റെ മകനും മെഡിക്കൽ വിദ്യാർത്ഥിയുമായ ധനഞ്ജയൻ കാണുമ്പോഴൊക്കെ അവനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു. കള്ളന്റെ ചോരയല്ലേടാ നിനക്ക്, നീ എത്ര പഠിച്ചാലും കള്ളൻ തന്നെയാകും. ധനഞ്ജയന്റെ പരിഹാസം. അമ്മയെ ഓർത്ത് വിനോദ് എല്ലാം ക്ഷമിച്ചു. എന്നാൽ ധനപാലന്റെ മകൾ ധനലക്ഷ്മിക്ക് വിനോദിനെ ജീവനായിരുന്നു. അവന്റെ നിശബ്ദതയ്ക്ക് പിന്നിലെ തീ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. വിനോദ് ഒഴിഞ്ഞുമാറിയെങ്കിലും അവൾ അവന്റെ നിഴലായി കൂടെ നിന്നു. പെട്ടെന്നാണ് വിനോദിന്റെ ലോകം തകിടം മറിഞ്ഞത്. അമ്മ ജാനകിക്ക് ഹൃദയസംബന്ധമായ ഗുരുതരമായ അസുഖം ബാധിച്ചു. അടിയന്തര ഓപ്പറേഷൻ ലക്ഷങ്ങൾ വേണം. ധനപാലന്റെ സുഹൃത്തായ ഡോ. പ്രസാദ് തുക മുൻകൂട്ടി അടയ്ക്കാതെ സർജറി നടത്തില്ലെന്ന് കടുപ്പിച്ചു പറഞ്ഞു. വിനോദ് നാട്ടിലെ ഒരേയൊരു ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയായ ധനപാലന്റെ മുന്നിൽ ചെന്ന് കൈകൂപ്പിക്കരഞ്ഞു. എന്നാൽ ധനപാലനും മകനും അവനെ അട്ടിപ്പായിച്ചു. നിന്റെ അച്ഛൻ പണ്ട് മോഷ്ടിക്കാൻ വന്നവനാ, നിനക്ക് ഞാൻ പണം തന്നാൽ നീ അത് മുക്കും.